ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ദേ ഒരു മഴ പെയ്ത് തോന്നുന്നു കഴിഞ്ഞു കേട്ടോ. കുറച്ച് കൊള്ളിയുടെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേവിച്ചതിന് ശേഷം ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ കൊള്ളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം അടിച്ചു അരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തുണികൾ തീരെ ഉണങ്ങാത്ത കാരണം കൊണ്ട് ദേ അവിടെയൊക്കെ അഴക്കി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. അപ്പോൾ കൊള്ളിയുടെ കൂടെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ കാന്താരി മുളകായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്തു. കുറച്ച് അമ്മാമിനെ കൊണ്ട് ഇട്ടത്, അപ്പോൾ കുറച്ച് ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ. ഒരു 5-6 ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ചതച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് പിന്നെ വെളിച്ചെണ്ണ കൂടി കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. സാധനം അവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും ചേർത്തോളം ആവശ്യത്തിന് നമുക്കനുസരിച്ച്. ഇതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചായ വേണമല്ലോ. അപ്പം നമ്മൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കണത്, ശർക്കര ഇട്ടിട്ടുള്ള ചായയാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കഴിക്കായിരുന്നു. ബദാമും ഉണ്ടായിരുന്നു, 2 അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു. ചമ്മന്തി ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി കാരണം കൊണ്ട് കൈ ചുട്ട് നീറുണ്ടായിരുന്നു. ഇപ്പോൾ ശർക്കര ചായ കുടിച്ച് എനിക്കിപ്പോൾ അതിനോട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാൻ കൊള്ളി ചെന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചിലത് മാത്രത്തിൽ വേവാത്ത പോലെ ഉണ്ടായിരുന്നു. അത് ആ കൊള്ളിയുടെ ഇതുകൊണ്ടാകും തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഞാൻ വെച്ച് കൊടുത്തു, എനിക്കും കൂടെ എടുത്തു. അപ്പോൾ അത് ഈ കട്ടനും കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്തായാലും കഴിക്കാം. കണ്ടിട്ട് തന്നെ വായിൽ കൊതി വരുന്നുണ്ട്. ചമ്മന്തിക്കാണെങ്കിൽ കാന്താരി മുളക് ഇട്ട കാരണം ഒട്ടുക്കത്തെ എരിവ് തന്നെയായിരുന്നു. ഒരു ജസ്റ്റ് ഒന്ന് തൊട്ടൊന്ന് കഴിച്ചാൽ തന്നെ അടിപൊളി ടേസ്റ്റ്. അങ്ങനെ ഞാൻ ദേ ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് ചമ്മന്തിയിലൊന്ന് മുക്കി നേരെ അങ്ങോട്ട് വായിലേക്ക് വെച്ചു. അപ്പോൾ അതേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എരിവുള്ള കാരണം കൊണ്ട് ഞാൻ ചെറുതായിട്ട് തൊട്ടുള്ളൂ. ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ. അല്ല നമ്മളെ കൊള്ളി അവിടെ ബാക്കിയുള്ള നാട്ടിലൊക്കെ കപ്പ എന്നാണ് പറയുക, ഞങ്ങൾ കൊള്ളി എന്നാണ് ഇവിടെ പറയാറ്. പുറത്തുമഴ, കപ്പ, ചമ്മന്തി, കട്ടൻ, ആയി അടിപൊളി. ഇപ്പോൾ ഈ സമയത്ത് നല്ല അടിപൊളി വൈബായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. പിന്നെ എൻ്റെ മുഖത്ത് അധികം എക്സ്പ്രഷൻ ഇപ്പോൾ വരാത്ത എന്താണെന്ന് വെച്ചാൽ അത് പൊളിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ കഴിക്കൽ കഴിയാൻ കുറച്ച് നേരം എടുക്കും. ഞാൻ ആസ്വദിച്ച് ഇരുന്ന് പതുക്കെ ഇരുന്ന് കഴിച്ച് തീർക്കുള്ളൂ. അങ്ങനെ പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പം മഴയും കപ്പയും ചമ്മന്തിയും പിന്നെ അതുപോലെ കട്ടൻ ചായയും അന്തസ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചമ്മന്തി പിന്നെ പറയുന്നുണ്ട് കുറച്ചും കൂടി എരിവ് കൂടുതലായിരുന്നു. അതെന്ന് വെച്ചാൽ കൊള്ളിയിൽ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടല്ലേ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഈ ചമ്മന്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോസ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.